ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത്. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ടിപ്സ് ഫോർ ലിവർ ഹെൽത്ത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ലിവറിനെ ബാധിക്കുന്ന അതിൽ നിന്നുണ്ടാവുന്ന സങ്കീർണതകൾ. അപ്പോൾ ലിവർ ഫൈബ്രോസിസ്, സിറോസിസ്, പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യം വരുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ന്യൂസിൽ നല്ല കവറേജ് കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമുള്ള രീതിയിലായതുകൊണ്ട് നമുക്ക് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ നമ്മളിത് കൃത്യമായുള്ള സ്റ്റെപ്സിലൂടെ നമുക്ക് ലിവറിന് വരുന്ന ഡാമേജ്, കരളിന് വരുന്ന ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിലേറ്റവും പ്രധാനം വാക്സിനേഷൻസാണ്, പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. ചിലർക്കെങ്കിലും ഇതറിയായിരിക്കും. ലിവറിനെ ബാധിക്കുന്ന ചില പ്രത്യേക വൈറസുകളുണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് സിയും ഉണ്ട്. അതിൻ്റെ അകത്ത് എയിനും ബിയിനും പ്രിവെൻറ്റീവ് വാക്സിനേഷൻസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനം ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ പ്രിവെൻറ്റീവ് വാക്സിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് എടുത്തിട്ടില്ലെങ്കിൽ അത് എടുത്താൽ നമുക്ക് ആ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എയിനും എഫക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വെള്ളത്തിലൂടെയും ഫുഡിലൂടെയൊക്കെ പകരുന്ന മഞ്ഞപ്പിത്തം, അതിനും പ്രിവെൻറ്റീവായിട്ടുള്ള വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. സോ പ്രിവെൻറ്റീവ് വാക്സിനേഷൻസ് എടുത്താൽ ഈ ലിവറിനെ ബാധിക്കുന്ന ഈ വൈറസുകളെ പ്രതിരോധിക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതാണ് പോയിന്റ് നമ്പർ 1. 2, അമിതമായി കരളിൽ കൊഴുപ്പടിഞ്ഞു ചേരുന്ന സാഹചര്യം. പലപ്പോഴും ഈ കൊഴുപ്പടിഞ്ഞു ചേർന്ന് അത് പിന്നീട് ലിവറിൻ്റെ ആ ഒരു ആകൃതിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ലിവർ ചുരുങ്ങുകയും ഫൈബ്രോസിസിലേക്ക് പോകുന്ന സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ അമിതമായ മദ്യപിക്കുന്നവരിലല്ല, അല്ലാത്തവരിൽ കാണുന്ന സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇതിൻ്റെ പുറകിൽ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ അമിതമായി എടുക്കുക, അതുപോലെ തന്നെ ഒത്തിരി കാലറി കൂടിയ ഫുഡ്സ് എടുക്കുക, അമിതമായ വ്യായാമമില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ വ്യായാമം ചെയ്യുന്ന സാഹചര്യമില്ല, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്. അപ്പോൾ അതിനകത്ത് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക, കാലറി കൂടുതലുള്ള ഫുഡ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക, വെയിറ്റ് എപ്പോഴും ഒരു ഹെൽത്തി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് ഈ വിസറൽ ഫാറ്റ്, നമ്മുടെ ഈ അബ്ഡമനിലെ മസിൽസിന് പുറകിലുള്ള ഫാറ്റ്, അതിനെയാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ലിവറിൻ്റെ ചുറ്റും, അതുപോലെ ഇൻറ്റസ്റ്റൈൻസിൻ്റെ ചുറ്റുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്തൊക്കെ കയറുന്ന ഒരു നമ്മുടെ ഈ അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഫാറ്റാണിത്. അപ്പോൾ ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം നമ്മൾ ഐഡിയൽ BMI അടുത്ത് കൊണ്ടുവന്ന് നിർത്തണം. ഏകദേശം ഒരു BMI, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു BMI ഒരു 23 അടുത്ത് നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഓൾദോ വെസ്റ്റേൺ പോപ്പുലേഷനിൽ നമ്മൾ BMI 25 വരെ നോർമൽ എന്ന് പറയാറുണ്ടെങ്കിലും ഇന്ത്യൻ റേഞ്ച് ഒരു BMI ക്ലോസ് ടു 23 ആണ്. അപ്പോൾ ഡയറ്റ് നമ്മൾ കൃത്യമായി കാലറി കുറഞ്ഞ് കൂടുതൽ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്, റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ തന്നെ മീറ്റ് എടുക്കുകയാണെങ്കിലും കൂടുതലും വൈറ്റ് മീറ്റും അതുപോലെ ഫിഷും സീ ഫുഡ്സും കാര്യങ്ങളുമൊക്കെ കൂടുതൽ ഹെൽപ്ഫുള്ളാണ് കമ്പയർഡ് ടു റെഡ് മീറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലിവർ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 3, റീസണബിൾ എമൗണ്ട് ഓഫ് എക്സസൈസ്. അതിലൂടെ നമുക്ക് ശരീരഭാരം കുറച്ച് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ എക്സസൈസിൽ കൂടെ നമ്മുടെ ബോഡി റിലീസ് ചെയ്യുന്ന പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിവറിനെ അത് ഹെൽപ്പ് ചെയ്യും. 4, ഏറ്റവും പ്രധാനം ആൽക്കഹോൾ എല്ലാവർക്കും അറിയാം. അതൊരു ലിവർ ടോക്സിൻ ആണെന്നാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. പക്ഷേ ശരിക്കും അതൊരു ലിവർ ടോക്സിൻ മാത്രമല്ല, അതൊരു സിസ്റ്റമിക് പോയിസണാണ്, ഒരു സിസ്റ്റമിക് ടോക്സിനാണ്. എന്നുവെച്ചാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ സാഹചര്യമുള്ള, അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുള്ളൊരു എലമെൻ്റാണ് ആൽക്കഹോൾ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ആൽക്കഹോൾ ഇൻടേക്ക് കൂടി വരുന്ന സാഹചര്യമുള്ളത് കൊണ്ട് കൂടിയാണ് ലിവർ പ്രോബ്ലംസ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടി വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് ആൽക്കഹോൾ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കൺക്ലൂഷൻസ്, നോ ലെവൽ ഓഫ് ആൽക്കഹോൾ ഈസ് ആക്ച്വലി സേഫ്. അതുകൊണ്ട് ഈ
ആൽക്കഹോൾ കൺസംഷൻ ഡെഫിനറ്റ്ലി നമ്മുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദർ ഈസ് നോ സേഫ് ലെവൽ ബിലോ വിച്ച് നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവൽ ശരിക്കും ഇല്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്തരം ഈസി സ്റ്റെപ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും, നമുക്കെല്ലാവർക്കും അറിയാം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ ഫൈബ്രോസിസും സിറോസിസും ഒക്കെ വന്നിട്ട് അതിൻ്റെ പുറകെ ഓടുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ തന്നെ ചെറിയ ടിപ്സിലൂടെ തന്നെ ലിവർ ഹെൽത്ത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.